ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സൈലം പി എസ് സിയുടെ യൂട്യൂബ് സെഷനിലേക്ക് ഹൃദ്യമായ ഹാർദമായ സ്വാഗതം. അപ്പൊ ഈ സെഷനിൽ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് കറണ്ട് അഫയേഴ്സ് ആണ്. ഇപ്പൊ 10th പ്രിലിംസിന്റെ എക്സാം ഇങ്ങനെ കൊടുമ്പിരി കൊണ്ട് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോ ഏതൊരു പരീക്ഷയ്ക്കും, കേരള പി എസ് നടത്തുന്ന ഏതൊരു പരീക്ഷയ്ക്കും കറണ്ട് അഫയർ മേഖലയിൽ ഉറപ്പായിട്ടും ചോദിക്കുന്ന ഒരു ചോദ്യമാണ് നിയമനങ്ങൾ എന്ന് പറയപ്പെടുന്ന ഏരിയയിൽ നിന്നുള്ള ചോദ്യങ്ങൾ, അല്ലെ? അപ്പോ ഏതൊരു ഉദ്യോഗാർത്ഥിയും എക്സാമിനേഷൻ ഹാളിൽ കയറുന്നതിന് മുൻപ് ഉറപ്പായിട്ടും കണ്ടിരിക്കേണ്ട ഒരു ഏരിയയാണ് ഈ പറയപ്പെടുന്ന നിയമനങ്ങൾ എന്ന് പറയപ്പെടുന്ന ടോപ്പിക്ക്. അപ്പോൾ കേരളവുമായും അതുപോലെ തന്നെ ഇന്ത്യയുമായി ബന്ധപ്പെട്ട ഏറ്റവും സുപ്രധാനമായിട്ടുള്ള നിയമനങ്ങളാണ് നമ്മൾ ഈ സെഷനിലൂടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എല്ലാവരും കട്ടക്ക് എന്ത് ചെയ്യുക, കൂടെ നിൽക്കുക. നോക്കാം നമുക്ക്. നമുക്ക് ആദ്യം നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കേരളവുമായി ബന്ധപ്പെട്ട നിയമനങ്ങളാണ്. നമുക്കറിയാം, കേരളത്തിന്റെ ഗവർണർ, അല്ലേ? കേരളത്തിന്റെ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ആയിരുന്നു കുറച്ചുനാൾ മുൻപ് വരെ. ആ ആരിഫ് മുഹമ്മദ് ഖാൻ മാറുന്നു, പകരം വരുന്നു രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ. അപ്പൊ നിലവിൽ കേരളത്തിന്റെ ഗവർണർ സ്ഥാനം അലങ്കരിക്കുന്നത് ആര് എന്ന് ചോദിച്ചാൽ പറഞ്ഞത് രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ ആണ്. ശ്രദ്ധിച്ച് കേൾക്കണേ, കാരണം ഈ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ ഇതിനു മുൻപ് ബീഹാറിന്റെ ഗവർണർ ആയിരുന്നു. ആ ബീഹാർ ഗവർണറിൽ നിന്നാണ് അദ്ദേഹം നേരെ ഇങ്ങോട്ടേക്ക് വരുന്നു. ഇവിടത്തെ ഗവർണറായ നമ്മുടെ ആരിഫ് മുഹമ്മദ് ഖാൻ ബീഹാറിലേക്ക് തട്ടുന്നു. ഓക്കെ അല്ലേ? അപ്പൊ നിലവിൽ ആരിഫ് മുഹമ്മദ് ഖാൻ എവിടത്തെ ഗവർണറാ? ആരിഫ് മുഹമ്മദ് ഖാൻ ബീഹാറിലേക്ക് പോകുന്നു. നിലവിൽ ബീഹാറിന്റെ ഗവർണറാണ് ആരിഫ് മുഹമ്മദ് ഖാൻ. ആരിഫ് മുഹമ്മദ് ഖാന്റെ സ്വദേശം കേരള പി എസ് സി മുൻപ് ചോദിച്ചിട്ടുണ്ട്, ഉത്തർപ്രദേശ് ആണ്. അപ്പൊ ആരിഫ് മുഹമ്മദ് ഖാന്റെ സ്വദേശം എവിടെയെന്ന് വെച്ചാൽ പറഞ്ഞ എവിടെയാടാ? അത് ഉത്തർപ്രദേശ് ആണെന്ന കാര്യം ഓർക്കാം. അപ്പൊ കേരളത്തിന്റെ ഗവർണർ അത് രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ ആണ്. നിലവിൽ കേരളത്തിന്റെ 23ാമത്തെ ഗവർണറാണ് ഇദ്ദേഹം. അതുപോലെ തന്നെ ഈ പറയപ്പെടുന്ന രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കറിന്റെ സ്വദേശം എവിടെ എന്ന് ചോദിച്ചാൽ അത് ഗോവയാണ്. അത് ഗോവയാണെന്ന കാര്യം അവിടെ ഓർത്തു വെക്കാം. സെറ്റാണ്. അങ്ങനെയെങ്കിൽ കേരളത്തിന്റെ പ്രിയങ്കനായ കേരളത്തിന്റെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ. നമുക്കറിയാം, പിണറായി വിജയൻ ഏത് മണ്ഡലത്തെയാണ് പ്രതിനിധാനം ചെയ്യുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ധർമ്മടമാണ്. കണ്ണൂർ ജില്ലയിലെ ധർമ്മടം മണ്ഡലത്തെയാണ് അദ്ദേഹം പ്രതിനിധാനം ചെയ്യുന്നത്. പ്രധാനപ്പെട്ട 3 ആൾക്കാരുടെ മണ്ഡലം നമ്മൾ നിർബന്ധമായും അറിഞ്ഞിരിക്കണം. ഒന്ന്, മുഖ്യമന്ത്രിയുടെ മണ്ഡലം നമ്മൾ അറിയണം, പ്രതിപക്ഷ നേതാവിന്റെ മണ്ഡലം നമ്മൾ അറിയണം, അതുപോലെ തന്നെ സ്പീക്കറുടെ മണ്ഡലം നമ്മൾ അറിഞ്ഞു വെച്ചേക്കണം. നോക്കാം. അപ്പൊ മുഖ്യമന്ത്രി പിണറായി വിജയൻ മണ്ഡലം ധർമ്മടം, പ്രതിപക്ഷ നേതാവ് ഓപ്പോസിഷൻ ലീഡർ ഓഫ് കേരള ആരാണ്? VD സതീശൻ. അദ്ദേഹം പ്രതിനിധാനം ചെയ്യുന്ന മണ്ഡലം നോർത്ത് പറവൂരാണ്. പറവൂരാണ്. പരവൂരുണ്ട്, അത് കൊല്ലത്താണ്. നമ്മുടെ പുറ്റിങ്ങൽ വെടിക്കെട്ട് ദുരന്തം നടന്നത് പരവൂരാണ്, അത് കൊല്ലത്താണ്. ഇത് പറവൂർ, നോർത്ത് പറവൂർ. അപ്പൊ പ്രതിപക്ഷ നേതാവ് VD സതീശൻ, അദ്ദേഹം പ്രതിനിധാനം ചെയ്യുന്ന മണ്ഡലം നോർത്ത് പറവൂർ എന്ന കാര്യം ഓർത്തു വെക്കാം. ഇവിടെ നമ്മുടെ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ സത്യപ്രതിജ്ഞ ചെയ്ത് നിതിൻ മധുകർ ജാംദാർ, നമ്മുടെ കേരള ഹൈക്കോടതിയുടെ നിലവിലത്തെ ചീഫ് ജസ്റ്റിസായ നിതിൻ മധുകർ ജാംദാറിന് മുൻപാകെ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരത്തിലേറുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. സെറ്റാണെന്ന് പ്രതീക്ഷിക്കുന്നു. ഇതിനങ്ങനെയെങ്കിൽ അടുത്ത പോലെ നിലവിൽ കേരള ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ആര് എന്ന് ചോദിച്ചാൽ ആരാണ്? അത് നിതിൻ മധുകർ ജാംദാർ. നമ്മൾ കഴിഞ്ഞ സ്ലൈഡിൽ അദ്ദേഹത്തിന്റെ ചിത്രം കണ്ടു. നിതിൻ മധുകർ ജാംദാർ ആണ് നിലവിൽ കേരള ഹൈക്കോടതിയുടെ ചീഫ് ജസ്റ്റിസ്. കേരള ഹൈക്കോടതിയുടെ ചരിത്രത്തിലെ 39ാമത്തെ ചീഫ് ജസ്റ്റിസ് ആണ് ഈ പറയപ്പെടുന്ന നിതിൻ മധുകർ ജാംദാർ. അദ്ദേഹത്തിന്റെ സ്വദേശം എവിടെയാണ്? എവിടത്തുകാരനാണ് അദ്ദേഹം എന്ന് ചോദിച്ചാൽ അദ്ദേഹം മഹാരാഷ്ട്രയാണ്. അപ്പൊ മഹാരാഷ്ട്രയിൽ നിന്നുള്ള വ്യക്തിയാണ് നിതിൻ മധുകർ ജാംദാർ എന്ന കാര്യം എന്ത് ചെയ്യാം, അവിടെ ഓർത്തു വെക്കാം. അതുപോലെ മഹാരാഷ്ട്രയെ പറ്റി പറഞ്ഞപ്പോഴാണ് എന്റെ മനസ്സിൽ പെട്ടെന്നൊരു പോയിന്റ് ഓർമ്മ വന്നത്. മഹാരാഷ്ട്ര മുഖ്യമന്ത്രി ആര്? മഹാരാഷ്ട്ര മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് അവിടെ അടുത്തിടെ ഒരു പൊതു തെരഞ്ഞെടുപ്പ് നടക്കുന്നു. അവിടെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് അല്പം കടുത്ത മത്സരങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഒടുവിൽ ഏക്നാഥ് ഷിൻഡെ ആയിരുന്നു ഇതിനു മുൻപ് മഹാരാഷ്ട്ര മുഖ്യമന്ത്രി. അദ്ദേഹം അല്ല നിലവിൽ മഹാരാഷ്ട്ര മുഖ്യമന്ത്രി ആര് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിലവിൽ മഹാരാഷ്ട്ര ചീഫ് മിനിസ്റ്റർ ദേവേന്ദ്ര ഫട്നാവിസ്. അപ്പൊ ദേവേന്ദ്ര ഫട്നാവിസ് ആണ് നിലവിൽ മഹാരാഷ്ട്രയുടെ മുഖ്യമന്ത്രി പദം അലങ്കരിക്കുന്നതെന്ന കാര്യം ഓർക്കാം. ഇനി കേരള നിയമസഭയുടെ സ്പീക്കർ നമുക്ക് എല്ലാവർക്കും അറിയാം, അത് AN ഷംസീർ ആണ്. ഷംസീർ ഏത് മണ്ഡലത്തെ പ്രതിനിധാനം ചെയ്യുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തലശ്ശേരി. കണ്ണൂർ ജില്ലയിലെ തലശ്ശേരി മണ്ഡലത്തെയാണ് AN ഷംസീർ പ്രതിനിധാനം ചെയ്യുന്നത്. നോക്കിയേ, ഷംസീർ ചാർജ് ഏറ്റെടുക്കുന്ന ദൃശ്യം ഇവിടെ കാണാം. അവിടെ മുഖ്യമന്ത്രിയെ കാണാം, നിങ്ങൾക്ക് പ്രതിപക്ഷ നേതാവ് VD സതീശനെ കാണാം.
ഇനി തൊട്ടടുത്തിരിക്കുന്ന ഇദ്ദേഹം ആരാണ്? അദ്ദേഹം ഡെപ്യൂട്ടി സ്പീക്കർ ആണ്. നിലവിൽ 15ാം കേരള നിയമസഭയുടെ ഡെപ്യൂട്ടി സ്പീക്കർ ആര് എന്ന് ചോദിച്ചാൽ നിങ്ങൾ മറുപടി പറയണം, അത് ചിറ്റയം ഗോപകുമാർ ആണ്. അപ്പൊ നിലവിൽ 15ാം കേരള നിയമസഭയുടെ ഡെപ്യൂട്ടി സ്പീക്കർ ആര് എന്ന് ചോദിച്ചാൽ നിങ്ങൾ പറയണം ആരാണ്? അത് ചിറ്റയം ഗോപകുമാർ ആണ്. അങ്ങനെയെങ്കിൽ പ്രോടൈം സ്പീക്കർ ഓഫ് 15th ലോക്സഭ ഇലക്ഷൻ, 15ാം ലോക്സഭയുടെ പ്രോടൈം സ്പീക്കർ ആര് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് PTA റഹീമാണ്. PTA റഹീമാണ്. കുന്നമംഗലം, കോഴിക്കോട് ജില്ലയിലെ കുന്നമംഗലം MLA ആയ PTA റഹീമാണ് 15ാം കേരള നിയമസഭയുടെ പ്രോടൈം സ്പീക്കർ എന്ന കാര്യം ഓർത്തു വെച്ചേക്കാം. ആരാണ് പ്രോടൈം സ്പീക്കർ? നമുക്കറിയാം, പുതിയ ഒരു സഭ, അത് ലോക്സഭ ആയിക്കോട്ടെ സംസ്ഥാന നിയമസഭ ആയിക്കോട്ടെ, പുതിയ ഒരു സഭ നിലവിൽ വന്നു കഴിഞ്ഞാൽ അവിടെ പുതിയൊരു സഭാനാഥൻ, പുതിയൊരു സ്പീക്കറെ തെരഞ്ഞെടുക്കുന്നത് വരെയുള്ള സഭാ നടപടികൾ നിയന്ത്രിക്കുന്ന മനുഷ്യനെയാണ് നമ്മൾ പ്രോടൈം സ്പീക്കർ എന്ന് വിളിക്കുക. ഇവിടെ 15ാം കേരള നിയമസഭയുടെ പ്രോടൈം സ്പീക്കർ PTA റഹീം. ഇനി നാഷണൽ പഠിക്കുമ്പോൾ നമ്മൾ അവിടെ 18th ലോക്സഭയുടെ പ്രോടൈം സ്പീക്കർ ജസ്റ്റ് പറഞ്ഞു പോവാൻ ഞാൻ പറയും, അടുത്ത ഏരിയയിൽ ഞാൻ പറയും. എന്നാൽ ഇവിടെ ഒന്ന് പറഞ്ഞു പോവാം. ഭർതൃഹരി മഹതാബ് 18ാം ലോക്സഭയുടെ പ്രോടൈം സ്പീക്കർ ആര് എന്ന് ചോദിച്ചാൽ അത് ഭർതൃഹരി മഹതാബ്. ഭർതൃഹരി മഹതാബ് ആണെന്ന കാര്യം അവിടെ ഓർത്തു വെക്കാം. സെറ്റ്. അടുത്തതിലോട്ട് പോകാം നമുക്ക്. അങ്ങനെയെങ്കിൽ 15ാം കേരള നിയമസഭയിലെ പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റി ചെയർമാൻ ആര് എന്ന് ചോദിച്ചാൽ പറയണം അത് സണ്ണി ജോസഫ് ആണ്. അപ്പൊ 15ാം കേരള നിയമസഭയിലെ പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റി ചെയർമാൻ അത് സണ്ണി ജോസഫ് ആണെന്ന കാര്യം ഓർക്കാം. അങ്ങനെയെങ്കിൽ കേരളത്തിന്റെ നിലവിലെ ചീഫ് സെക്രട്ടറി ആര്? വളരെ 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 വിലപ്പെട്ട പോയിന്റ് ആണ്. നിലവിൽ കേരളത്തിന്റെ ചീഫ് സെക്രട്ടറി നമുക്കറിയാം ശാരദാ മുരളീധരൻ. ഇതിനു മുൻപേ വി വേണു ആയിരുന്നു. വി വേണുവിന്റെ വൈഫാണ് ഈ പറയുന്ന ശാരദാ മുരളീധരൻ. വി വേണു മാറിയപ്പോ, ഭർത്താവ് മാറിയപ്പോ ആര് വന്നു? ഭാര്യ വന്നു. അപ്പോ നിലവിൽ കേരളത്തിന്റെ ചീഫ് സെക്രട്ടറി ശാരദാ മുരളീധരൻ എന്ന കാര്യം ഓർത്തു വെക്കാം. അങ്ങനെയെങ്കിൽ സംസ്ഥാന പ്ലാനിംഗ് ബോർഡിന്റെ ചെയർമാൻ ആര്? സ്റ്റേറ്റ് പ്ലാനിംഗ് ബോർഡ് ചെയർമാൻ, സംസ്ഥാന പ്ലാനിംഗ് ബോർഡിന്റെ ആസൂത്രണ ബോർഡിന്റെ ചെയർമാൻ എല്ലായ്പ്പോഴും മുഖ്യമന്ത്രി ആയിരിക്കും. നിലവിൽ ആരാണ്? പിണറായി വിജയനാണെന്ന കാര്യം ഓർക്കാം. അങ്ങനെയെങ്കിൽ എന്റെ ചോദ്യം വരുന്നു, അഡ്വക്കേറ്റ് ജനറൽ ഓഫ് കേരള, നിലവിൽ കേരളത്തിന്റെ അഡ്വക്കേറ്റ് ജനറൽ ആര് എന്ന് ചോദിച്ചാൽ അത് കെ ഗോപാലകൃഷ്ണക്കുറുപ്പാണ് നിലവിൽ കേരളത്തിന്റെ അഡ്വക്കേറ്റ് ജനറൽ. അങ്ങനെയെങ്കിൽ ചോദ്യം വരുന്നു, നിലവിൽ കേരളത്തിന്റെ ലോകായുക്ത ആര് എന്ന് ചോദിച്ചാൽ അത് N അനിൽകുമാർ ആണ്. അഡ്വക്കേറ്റ് ജനറൽ ആണെങ്കിൽ അത് കെ ഗോപാലകൃഷ്ണക്കുറുപ്പ്. അങ്ങനെയെങ്കിൽ ലോകായുക്തയാണെങ്കിൽ അത് N അനിൽകുമാർ. സെറ്റ്. അടുത്ത സ്ലൈഡിലോട്ട് പോവാം നമുക്ക്. ദെൻ എനിക്കറിയണം മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ, ദ ചീഫ് ഇലക്ഷൻ കമ്മീഷണർ ഓഫ് കേരള, കേരളത്തിന്റെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ A ഷാജഹാൻ ആണ്. അങ്ങനെയെങ്കിൽ ദ ചീഫ് ഇലക്ടറൽ ഓഫീസർ ഓഫ് കേരള, ഈ പദവിയിലെ പ്രത്യേകത കഴിഞ്ഞ 3 ആൾക്കാർ, സഞ്ജയ് കോൾ ആയിരുന്നു. സഞ്ജയ് കോൾ കഴിഞ്ഞപ്പോഴേക്കും പ്രണബ് ജ്യോതിനാഥ് വന്നു, അദ്ദേഹവും മാറി, പുതിയ ആള് വരുന്നു രത്തൻ യു കേൽക്കർ. ഉദ്യോഗാർത്ഥികളെ ഏറ്റവും കൂടുതൽ തെറ്റിച്ച ഒരു ചോദ്യമാണിത്. ദ ചീഫ് ഇലക്ടറൽ ഓഫീസർ ഓഫ് കേരള, കേരളത്തിന്റെ നിലവിലെ ചീഫ് ഇലക്ടറൽ ഓഫീസർ ആര് എന്ന് ചോദിച്ചാൽ പലരും വിചാരിച്ചു വെച്ചേക്കുന്നത് പ്രണബ് ജ്യോതിനാഥ് എന്നാണ്. അദ്ദേഹം മാറി. നിലവിൽ ആര് എന്ന് ചോദിച്ചാൽ അത് രത്തൻ യു കേൽക്കർ. ഓപ്ഷനില് രത്തൻ യു കേൽക്കർ ഉണ്ടെങ്കിൽ രത്തൻ യു കേൽക്കറെ തന്നെ എന്ത് ചെയ്യുക? അടിക്കുക. ഓക്കെ ആണല്ലോ. അപ്പൊ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ആണെങ്കിൽ A ഷാജഹാൻ, എന്നാൽ ചീഫ് ഇലക്ടറൽ ഓഫീസർ ആണെങ്കിൽ അത് രത്തൻ യു കേൽക്കർ. ഓർത്തു വച്ചേക്കണേ. അങ്ങനെയെങ്കിൽ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ, ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ ചെയർമാൻ ഓഫ് കേരള ആരാണ്? അലക്സാണ്ടർ തോമസ്. അപ്പൊ സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷന്റെ ചെയർമാൻ അലക്സാണ്ടർ തോമസും. അങ്ങനെയെങ്കിൽ മുഖ്യ വിവരാവകാശ കമ്മീഷണർ, കേരളത്തിന്റെ മുഖ്യ വിവരാവകാശ കമ്മീഷണർ V ഹരി നായർ. ക്ലിയർ ആണല്ലോ. അലക്സാണ്ടർ മനുഷ്യാവകാശം, ഹരി ആണെങ്കിലോ വിവരാവകാശം. ദെൻ അങ്ങനെയെങ്കിൽ സംസ്ഥാന വനിതാ കമ്മീഷന്റെ നിലവിലെ അധ്യക്ഷയാര് എന്ന് ചോദിച്ചാൽ P സതീദേവി. അങ്ങനെയെങ്കിൽ തെറ്റിപ്പോകരുത്. സംസ്ഥാന വനിതാ വികസന കോർപ്പറേഷൻ അധ്യക്ഷയാണെങ്കിൽ, വികസനമാണെങ്കിൽ റോസക്കുട്ടി. ഓക്കെ, സംസ്ഥാന വനിതകളുടെ വികസനമാണെങ്കിൽ, വികസന കോർപ്പറേഷൻ അധ്യക്ഷയാണെങ്കിൽ KC റോസക്കുട്ടി. എന്നാൽ സംസ്ഥാന വനിതാ കമ്മീഷൻ അധ്യക്ഷയാണെങ്കിൽ അത് P സതീദേവിയാണ് എന്ന കാര്യം അവിടെ ഓർത്തു വെക്കുക. ക്ലിയർ. അങ്ങനെയെങ്കിൽ അടുത്ത പോയിന്റിലേക്ക് വരാം. സംസ്ഥാന ബാലാവകാശ കമ്മീഷന്റെ ചെയർമാൻ ആര്? സംസ്ഥാന ബാലാവകാശ സംരക്ഷണ കമ്മീഷൻ ചെയർമാൻ KV മനോജ് കുമാർ ആണ്. സംസ്ഥാന ബാലാവകാശ സംരക്ഷണ കമ്മീഷൻ ചെയർമാൻ KV മനോജ് കുമാർ.
കേരള PSC, നമ്മൾ കേരള PSCക്കാർ അറിഞ്ഞിരിക്കേണ്ട ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണത്. കേരള PSCയുടെ നിലവിലെ ചെയർമാൻ MR ബൈജു. MR ബൈജു ആണ് കേരള PSCയുടെ നിലവിലെ ചെയർമാൻ. കേരള PSC ഉദ്യോഗാർത്ഥികളുടെ എന്താ പറയാ നിലവിലത്തെ കേരള PSC ചെയർമാൻ ആര് എന്ന് ചോദിച്ചാൽ അത് MR ബൈജു ആണ്. എന്റെ ചോദ്യം വരുന്നു, അങ്ങനെയെങ്കിൽ നിലവിൽ കേരളത്തിന്റെ DGP ആര് എന്ന് ചോദിച്ചാൽ അത് ഷെയ്ഖ് ദർവേഷ് സാഹിബാണ്. നിലവിൽ കേരളത്തിന്റെ DGP ഷെയ്ഖ് ദർവേഷ് സാഹിബാണെന്ന കാര്യം ഓർക്കുക. അങ്ങനെയെങ്കിൽ വീണ്ടും ചോദ്യം വരുന്നു, അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണൽ ചെയർമാൻ ആര്? നിലവിൽ കേരളത്തിന്റെ അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണൽ ചെയർമാൻ ആര് എന്ന് ചോദിച്ചാൽ ഇത് ലേറ്റസ്റ്റ് അപ്പോയിന്റ്മെന്റ് ആണ് ജസ്റ്റിസ് CK അബ്ദുൾ റഹീം. ജസ്റ്റിസ് CK അബ്ദുൾ റഹീം. ജസ്റ്റിസ് CK അബ്ദുൾ റഹീം എന്ന കാര്യം ഓർക്കാം. ദെൻ കേരള ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ഡയറക്ടർ ആര്? കേരള ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ട് ഡയറക്ടർ ഡോക്ടർ സത്യൻ M ആണ്. അപ്പൊ കേരള ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ഡയറക്ടർ ഡോക്ടർ സത്യൻ M. അങ്ങനെയെങ്കിൽ മലയാളം മിഷന്റെ ഡയറക്ടർ ആര്? മുരുകൻ കാട്ടാക്കട. ഓക്കെ, മലയാളം മിഷൻ ഡയറക്ടർ മുരുകൻ കാട്ടാക്കട. അങ്ങനെയെങ്കിൽ ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ഡയറക്ടർ ഡോക്ടർ സത്യൻ M. അങ്ങനെയെങ്കിൽ കേരള സാഹിത്യ അക്കാദമിയുടെ പ്രസിഡന്റ് ആര്? അത് K സച്ചിദാനന്ദനാണ്. കേരള സാഹിത്യ അക്കാദമിയുടെ നിലവിലെ പ്രസിഡന്റ് K സച്ചിദാനന്ദൻ. ദെൻ സംസ്ഥാന സാക്ഷരതാ മിഷന്റെ ഡയറക്ടർ ആര്? AG ഒലീന. അപ്പൊ സംസ്ഥാന സാക്ഷരതാ മിഷൻ, ലിറ്ററസി മിഷൻ, സ്റ്റേറ്റ് ലിറ്ററസി മിഷൻ, സംസ്ഥാന സാക്ഷരതാ മിഷൻ ഡയറക്ടർ AG ഒലീന. കേരള സ്പോർട്സ് കൗൺസിലിന്റെ പ്രസിഡന്റ് PSC ചോദിച്ചിട്ടുണ്ട്. കേരള സ്പോർട്സ് കൗൺസിലിന്റെ നിലവിലത്തെ പ്രസിഡന്റ് U ഷറഫ് അലി ആണ്. അപ്പോ കേരള സ്പോർട്സ് കൗൺസിലിന്റെ നിലവിലത്തെ പ്രസിഡന്റ് ആര് എന്ന് ചോദിച്ചാൽ പറയണം ആരാണ്? അത് U ഷറഫ് അലി. U ഷറഫ് അലി ആണെന്ന കാര്യം ഓർത്തു വെക്കാം. ക്ലിയർ ആണെന്ന് പ്രതീക്ഷിക്കുന്നു, സെറ്റ് ആണെന്ന് പ്രതീക്ഷിക്കുന്നു. നമ്മളെല്ലാം ഒരു ഓർഡറിലാണ്, ഒരു ഓർഡർ കീപ്പ് ചെയ്താണ് പറഞ്ഞു പോയത്. ഇവിടെ നമ്മൾ പറഞ്ഞത് ഇത്രയും കാര്യങ്ങൾ ഭാഷയുമായി ബന്ധപ്പെട്ടത് അല്ലെങ്കിൽ വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ടതാണ്. ഇനി സ്പോർട്സ് കൗൺസിലിലെ പ്രസിഡന്റ് U ഷറഫ് അലി എന്ന കാര്യം ഓർത്തു വെക്കാം. ദെൻ കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ പാഠ്യപദ്ധതി പരിഷ്കരണത്തിനായി സംസ്ഥാന സർക്കാർ നിയോഗിച്ച സമിതിയുടെ അധ്യക്ഷനാരെന്നാണ് ചോദ്യം. സുരേഷ് ദാസ്. ഒന്നും കൂടി, കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസം, ഹയർ എഡ്യൂക്കേഷൻ, കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ പാഠ്യപദ്ധതി പരിഷ്കരണത്തിനായി സംസ്ഥാന സർക്കാർ നിയോഗിച്ച സമിതിയുടെ അധ്യക്ഷൻ സുരേഷ് ദാസ്. നമുക്കറിയാം കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മന്ത്രി R ബിന്ദു ആണ്. കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മന്ത്രി R ബിന്ദു. അങ്ങനെയെങ്കിൽ പൊതുവിദ്യാഭ്യാസമാണെങ്കിലോ അത് V ശിവൻകുട്ടിയാണ്. V ശിവൻകുട്ടി. പൊതുവിദ്യാഭ്യാസം മാത്രമല്ല തൊഴിലും ആര് തന്നെ? V ശിവൻകുട്ടി തന്നെയാണ്. അങ്ങനെയെങ്കിൽ SSCERT സംസ്ഥാന വിദ്യാഭ്യാസ ഗവേഷണ പരിശീലന കൗൺസിൽ അഥവാ SSCERTയുടെ നിലവിലെ ഡയറക്ടർ ആര്? ഡോക്ടർ ജയപ്രകാശ്. അപ്പോ സംസ്ഥാന വിദ്യാഭ്യാസ ഗവേഷണ പരിശീലന കൗൺസിൽ അഥവാ SSCERTയുടെ നിലവിലത്തെ ഡയറക്ടർ ഡോക്ടർ ജയപ്രകാശ് ആണ്. ഡോക്ടർ ജയപ്രകാശ് ആണെന്ന കാര്യം ഓർക്കാം. അങ്ങനെയെങ്കിൽ എന്റെ ചോദ്യം വരുന്നു, കേരള ബാങ്കിന്റെ നിലവിലെ CEO ആര്? നിലവിലെ പ്രസിഡന്റ് ആര്? കേരള ബാങ്കിന്റെ നിലവിലെ CEO ആണ് ചോദിക്കുന്നെങ്കിൽ അത് ജോർട്ടി M ചാക്കോ. അങ്ങനെയെങ്കിൽ എന്റെ ചോദ്യം വരുന്നു, കേരള ബാങ്കിന്റെ ഫസ്റ്റ് CEO, പ്രഥമ CEO ആര്? കേരള ബാങ്കിന്റെ പ്രഥമ CEO ആര് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് PS രാജൻ ആണ്. കേരള ബാങ്കിന്റെ പ്രഥമ CEO PS രാജൻ. അപ്പോൾ കേരള ബാങ്കിന്റെ പ്രഥമ CEO PS രാജൻ. നിലവിൽ CEO ആര് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ജോർട്ടി M ചാക്കോയാണ്. അങ്ങനെയെങ്കിൽ കേരള ബാങ്കിന്റെ പ്രസിഡന്റ് ആര്? അത് ഗോപി കോട്ടമുറിക്കൽ. കേരള ബാങ്കിന്റെ പ്രസിഡന്റ് ഗോപി കോട്ടമുറിക്കലാണ്. നേരെ നമുക്ക് പോകാം വിഴിഞ്ഞത്തേക്ക്. നമുക്കറിയാം ഇന്ത്യയിലെ തന്നെ ഏറ്റവും ആഴം കൂടിയ തുറമുഖമാണ് വിഴിഞ്ഞ തുറമുഖം. ഇന്ത്യയിലെ തന്നെ ഏറ്റവും ആഴം കൂടിയ തുറമുഖമാണ് വിഴിഞ്ഞ തുറമുഖം. ശരിയല്ലേ? അതുപോലെ തന്നെ ഇന്ത്യയിലെ ആദ്യ ട്രാൻസ്ഷിപ്മെന്റ് തുറമുഖമാണ് ഇത് വിഴിഞ്ഞം. ഈ വിഴിഞ്ഞം തുറമുഖം ഉദ്ഘാടനം ചെയ്യുന്നത് കേരളത്തിന്റെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയനാണ്. 2023 ഒക്ടോബർ മാസം 15-ാം തീയതി കേരളത്തിന്റെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ വിഴിഞ്ഞം തുറമുഖം ഉദ്ഘാടനം ചെയ്യുന്നു. വിഴിഞ്ഞം തുറമുഖം ചെയ്യുന്ന താലൂക്ക് ഏത്? PSC ചോദിച്ചതാണ്. എന്റെ നാട്ടിലാ, നെയ്യാറ്റിൻകര. അപ്പൊ വിഴിഞ്ഞം തുറമുഖം ചെയ്യുന്ന താലൂക്ക് ഏത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നെയ്യാറ്റിൻകര. അപ്പൊ നെയ്യാറ്റിൻകര താലൂക്കിന്റെ ഭാഗമാണ് വിഴിഞ്ഞം തുറമുഖം. ശരിയല്ലേ? ഈ വിഴിഞ്ഞം തുറമുഖത്ത് ആദ്യമായി ഒരു കപ്പൽ എത്തുന്നു. ആ കപ്പലിന്റെ പേരാണ്, PSC ചോദിച്ചതാണ്, വിഴിഞ്ഞം തുറമുഖത്ത് ആദ്യമായി ഒരു കപ്പൽ എത്തുന്ന ആ കപ്പലിന്റെ പേരാണ് ഷെൻഹുവ 15.
രണ്ടാമതും ഒരു കപ്പൽ വിഴിഞ്ഞ തുറമുഖത്തെത്തുന്നു. ആ കപ്പലിന്റെ പേരാണ് ഷെൻഹുവ 29. ഷെൻഹുവ 29. അപ്പൊ വിഴിഞ്ഞ തുറമുഖത്ത് ആദ്യമായത്തെ കപ്പൽ ഷെൻഹുവ 15. രണ്ടാമതൊരു കപ്പൽ എത്തുന്നു, അതിന്റെ പേരാണ് ഷെൻഹുവ 29. അങ്ങനെയെങ്കിൽ ഇന്ത്യയിൽ ആദ്യമായിട്ടൊരു മദർഷിപ്പ് വരുന്നു. ആ മദർഷിപ്പിന്റെ പേരാണടാ സാൻ ഫെർണാണ്ടോ. ഇന്ത്യയിൽ ആദ്യമായിട്ടാണ് ഒരു മദർഷിപ്പ് വരുന്നത്. അതെന്താ? ഇതിനു മുമ്പ് എന്താ മദർഷിപ്പ് എന്ന് വെച്ചാൽ ഏറ്റവും ഭാരമേറിയ വലിയ ചരക്കുകൾ വഹിക്കാൻ ശേഷിയുള്ള കപ്പലുകളെയാണ് മദർഷിപ്പ് എന്ന് വിളിക്കുക. ഇന്ത്യയിൽ ആദ്യമായിട്ടാണ് ഒരു മദർഷിപ്പ് വരുന്നത്. അതെന്താ ഇതിനു മുമ്പ് വരാത്തെ? കാരണം ഇന്ത്യയിൽ ഒരു മദർഷിപ്പിനെ അഫോർഡ് ചെയ്യാനുള്ള കപ്പാസിറ്റി ആർക്ക് മാത്രമേ ഉള്ളൂ? വിഴിഞ്ഞത്തിന് മാത്രമേ ഉള്ളൂ. അതുകൊണ്ടാണ് വിഴിഞ്ഞ തുറമുഖത്ത് ഇന്ത്യയിൽ ആദ്യമായി ഒരു മദർഷിപ്പ് വരുന്നു. ആ മദർഷിപ്പിന്റെ പേരാണ് സാൻ ഫെർണാണ്ടോ. കഴിഞ്ഞ ഹൈക്കോർട്ട് അസിസ്റ്റന്റ് പരീക്ഷയുടെ ചോദ്യം. ഓക്കെ അല്ലേ? അപ്പൊ ഇന്ത്യയിൽ ആദ്യമായിട്ട് മദർഷിപ്പ് സാൻ ഫെർണാണ്ടോ ആണെന്ന കാര്യം എന്ത് ചെയ്യാം? ഓർത്തു വെക്കാം. ഇനി നമുക്ക് ആ പോയിന്റിലേക്ക് വരാം. വിഴിഞ്ഞം തുറമുഖത്തിന്റെ നിലവിലെ സിഇഒ ആര് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ശ്രീകുമാർ കെ നായരും. വിഴിഞ്ഞം തുറമുഖത്തിന്റെ നിലവിലെ MD ആര് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദിവ്യ S അയ്യരുമാണ്. അപ്പൊ വിഴിഞ്ഞം തുറമുഖത്തിന്റെ നിലവിലെ സിഇഒ ശ്രീകുമാർ കെ നായരും വിഴിഞ്ഞം തുറമുഖത്തിന്റെ നിലവിലെ MD ആണ് ചോദിക്കുന്നെങ്കിൽ അത് ദിവ്യ S അയ്യരുമാണെന്ന കാര്യം ഓർത്തു വെക്കാം. സെറ്റ്. അങ്ങനെയെങ്കിൽ അടുത്തതിലോട്ട് പോവാം. നമുക്ക് നോക്കി, കുടുംബശ്രീയുടെ നിലവിലത്തെ എക്സിക്യൂട്ടീവ് ഡയറക്ടർ ആര് എന്നാണ് ചോദ്യം. കുടുംബശ്രീയുടെ നിലവിലെ എക്സിക്യൂട്ടീവ് ഡയറക്ടർ A ഗീത IAS. അപ്പോൾ കുടുംബശ്രീയുടെ നിലവിലെ എക്സിക്യൂട്ടീവ് ഡയറക്ടർ A ഗീത IAS ആണ്. അങ്ങനെയെങ്കിൽ കേരളത്തിലെ കോവിഡ് വാക്സിൻ നിർമ്മാണ പദ്ധതിയുടെ നിലവിലത്തെ ഡയറക്ടർ ആര് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഡോക്ടർ S ചിത്ര. അപ്പൊ കേരളത്തിലെ കോവിഡ് വാക്സിൻ നിർമ്മാണ പദ്ധതിയുടെ നിലവിലെ ഡയറക്ടർ ഡോക്ടർ S ചിത്രയാണ്. അങ്ങനെയെങ്കിൽ അടുത്ത പോയിന്റ് ശ്രദ്ധിച്ചേടാ. ക്രൈസ്തവ ന്യൂനപക്ഷ വിഭാഗങ്ങളുടെ വിദ്യാഭ്യാസം, സാമ്പത്തിക പിന്നോക്കാവസ്ഥ, ക്ഷേമം എന്നിവ സംബന്ധിച്ച പ്രശ്നങ്ങൾ പഠിച്ച് റിപ്പോർട്ട് നൽകാൻ വേണ്ടി കേരള സർക്കാർ ഒരു കമ്മിറ്റി വെക്കുന്നുണ്ട്. ആ കമ്മിറ്റിയുടെ ചെയർമാൻ ആര് എന്നാണ് ചോദ്യം. ജസ്റ്റിസ് JB കോശി. അപ്പോ ക്രൈസ്തവ ന്യൂനപക്ഷ വിഭാഗങ്ങളുടെ വിദ്യാഭ്യാസം, സാമ്പത്തിക പിന്നോക്കാവസ്ഥ, ക്ഷേമം എന്നിവ സംബന്ധിച്ച പ്രശ്നങ്ങൾ പഠിച്ച് റിപ്പോർട്ട് നൽകാൻ വേണ്ടി കേരള സർക്കാർ ഒരു കമ്മിറ്റിയെ വെക്കുന്നുണ്ട്. ആ കമ്മിറ്റിയുടെ പേരാണ് ജസ്റ്റിസ് JB കോശി കമ്മീഷൻ. അങ്ങനെയെങ്കിൽ മലയാള സിനിമാ മേഖലയിൽ സ്ത്രീകൾ നേരിടുന്ന പ്രശ്നങ്ങളെ പറ്റി പഠിക്കാനായിട്ട് ഒരു കമ്മിറ്റി വെച്ചല്ലോ കേരള സർക്കാർ. അടുത്തിടെ വലിയ വിവാദമായല്ലോ. ആ കമ്മിറ്റിയുടെ പേരാണ് ഹേമ കമ്മിറ്റി അല്ലേ? ഹേമ കമ്മിറ്റി വലിയ വിവാദമുണ്ടാക്കിയ, കോളിളക്കം സൃഷ്ടിച്ച കമ്മിറ്റിയാണ് ഹേമ കമ്മിറ്റി. മലയാള സിനിമാ മേഖലയിൽ സ്ത്രീകൾ നേരിടുന്ന പ്രശ്നങ്ങളെ പറ്റി പഠിക്കാൻ കേരള സർക്കാർ നിയമിച്ച കമ്മിറ്റിയാണ് ഹേമ കമ്മിറ്റി. അങ്ങനെയെങ്കിൽ ചോദ്യം വരുന്നു നമ്മുടെ താനൂർ ബോട്ട് അപകടം PSC ചോദിച്ചതാണേ. താനൂർ ബോട്ട് അപകടം അന്വേഷിക്കാനായിട്ട് ഒരു കമ്മീഷൻ വെക്കുന്നു. ആ കമ്മീഷന്റെ പേരാണ് VK മോഹനൻ കമ്മീഷൻ. താനൂർ ബോട്ട് അപകടം അന്വേഷിക്കാനായി നിയമിച്ച കമ്മീഷനാണ് VK മോഹനൻ കമ്മീഷൻ. ഞാൻ കണക്ട് ചെയ്ത് പറഞ്ഞതേ ഉള്ളൂ. അപ്പൊ ഇതോടുകൂടി കേരളവുമായി ബന്ധപ്പെട്ട നിയമനങ്ങൾ കഴിഞ്ഞു. അടുത്ത് നമ്മൾ പോകുന്നത് ഇന്ത്യയിലേക്കാണ്, അല്ലെങ്കിൽ ദേശീയ തലത്തിലുള്ള നിയമനത്തിലേക്കാണ്. നോക്കാം നമുക്ക് ദേശീയ തലത്തിലുള്ള നിയമനങ്ങൾ. രാഷ്ട്രപതി. നമുക്കറിയാം നിലവിൽ ഇന്ത്യയുടെ പ്രസിഡന്റ് രാഷ്ട്രപതി ദ്രൗപദി മുർമു ആണ്. നമുക്ക് എല്ലാവർക്കും അറിയാം ദ്രൗപദി മുർമു. ഉപരാഷ്ട്രപതി ആര് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, വൈസ് പ്രസിഡന്റ് ആര് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ജഗ്ദീപ് ധൻഖർ ആണ്. നോക്കണേ. അങ്ങനെയെങ്കിൽ നിലവിൽ ഇന്ത്യയുടെ പ്രധാനമന്ത്രി 3ാം തവണയും പ്രധാനമന്ത്രിയായി മാറുന്നു നരേന്ദ്ര ദാമോദർ ദാസ് മോദി എന്ന നരേന്ദ്രമോദി. ഈ നരേന്ദ്രമോദി ഇത്തവണ ജനവിധി നേടിയ മണ്ഡലം ഏത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് വാരണാസിയാണ്. ഈ വാരണാസി മണ്ഡലത്തിൽ അദ്ദേഹത്തിനെതിരെ മത്സരിച്ച ഇന്ത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥി ആര് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് അജയ് റായ് ആണ്. വളരെ വിലപ്പെട്ട പോയിന്റ് ആണ് അജയ് റായ്, ഇന്ത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥി. എന്തുകൊണ്ടാണ് ആ ചോദ്യത്തിന്റെ പ്രസക്തി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമുക്കറിയാം ഇത്തവണത്തെ ലോക്സഭ ഇലക്ഷനിലെ റിസൾട്ട് വന്നപ്പോ ജൂൺ മാസം 4-ാം തീയതി ഇലക്ഷന്റെ റിസൾട്ട് വന്നപ്പോ ഞാൻ രാവിലെ റിപ്പോർട്ടർ ചാനൽ വെക്കുമ്പോൾ ഞാൻ കാണുന്ന കാഴ്ച നരേന്ദ്രമോദി വാരണാസി മണ്ഡലത്തിൽ 6000 വോട്ടുകൾക്ക് പിന്നിൽ എന്നാണ്. 10 കൊല്ലം ഇന്ത്യ ഭരിച്ചൊരു പ്രധാനമന്ത്രി 6000 വോട്ടുകൾക്ക് പിന്നിലാവുന്ന ഒരു സാഹചര്യം ഇന്ത്യ മഹാരാജ്യത്ത് ഉണ്ടാവുന്നു. അപ്പോഴാണ് ഞാൻ നോക്കിയത് ആരാണ് ഇദ്ദേഹത്തിനെതിരെ മത്സരിച്ചത് എന്ന്. ഞാൻ നോക്കിയപ്പോൾ അതൊരു ബിഗ് നെയിം ഒന്നുമല്ല, ഒരു സാധാരണ കോൺഗ്രസ് പ്രവർത്തകനാണ് അദ്ദേഹം. ഒരു നിമിഷം
ഇന്ത്യൻ പ്രധാനമന്ത്രിയെ ഒരു വോട്ടിന് പിന്നിലാക്കിയെങ്കിൽ ആ നിമിഷം അദ്ദേഹം ഹീറോയാണ്. ഇന്ത്യ ഒട്ടുക്ക് ആ പേര് ചർച്ച ചെയ്തു. ആ പേരാണ് അജയ് റായ് എന്ന പേര്. ഒരു കാരണവശാലും എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ നിങ്ങൾ മറക്കരുത് അജയ് റായ് എന്ന പേര്. അപ്പോ അദ്ദേഹം ജനവിധിയുടെ മണ്ഡലം ചോദിച്ചാൽ പറഞ്ഞാൽ അത് വാരണാസി മണ്ഡലമാണ്. സെറ്റ്. 3 പേരുടെയും ഒറ്റ ഫ്രെയിമിൽ നമുക്ക് അവിടെ കാണാം. ദെൻ നിലവിൽ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് മാറി അല്ലെ. 50ാമത്തെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആയിരുന്നു DY ചന്ദ്രചൂഡ് അഥവാ ധനഞ്ജയ് യശ്വന്ത് ചന്ദ്രചൂഡ് ആയിരുന്നു നമ്മുടെ സുപ്രീം കോടതിയുടെ ചീഫ് ജസ്റ്റിസ്. അത് ഒരു കാരണവശാലും നിങ്ങൾ മറക്കരുത്. കാരണം 50ാമത്തെ സുപ്രീം കോടതിയുടെ ചരിത്രത്തിലെ 50ാമത്തെ ചീഫ് ജസ്റ്റിസ് ആണ് ഈ പറയപ്പെടുന്ന DY ചന്ദ്രചൂഡ്. അദ്ദേഹം മാറി, പുതിയ ആള് വരുന്നു. ആരാ? 51ാമത്തെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ജസ്റ്റിസ് സഞ്ജീവ് ഖന്ന. അദ്ദേഹത്തിന്റെ സ്വദേശം എവിടാന്ന് വെച്ചാൽ പറഞ്ഞ എവിടെയാണ്? ന്യൂഡൽഹിയാണ്. അദ്ദേഹത്തിന്റെ സ്വദേശം ന്യൂഡൽഹിയാണ്. അങ്ങനെയെങ്കിൽ നിലവിൽ ഇന്ത്യയുടെ ലോക്പാൽ ആര്? ദ ലോക്പാൽ ഓഫ് ഇന്ത്യ ആര് എന്ന് ചോദിച്ചാൽ അജയ് മണിക് റാവു ഖാൻവിൽക്കർ. അപ്പൊ നിലവിൽ ഇന്ത്യയുടെ ലോക്പാൽ ആര് എന്ന് ചോദിച്ചാൽ പറഞ്ഞ ആരാണ്? അത് അജയ് മണിക് റാവു ഖാൻവിൽക്കർ ആണെന്ന കാര്യം ഓർക്കുക. അങ്ങനെയെങ്കിൽ നിലവിൽ ലോക്സഭാ സ്പീക്കർ ആര്? നിലവിൽ 18ാം ലോക്സഭയുടെ സ്പീക്കർ ആര് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഓം ബിർള. ഇദ്ദേഹം തന്നെ ആയിരുന്നു 17ാം ലോക്സഭയുടെ സ്പീക്കർ. എന്റെ ചോദ്യം വരുന്നു, സ്പീക്കർ സ്ഥാനത്തേക്ക് ഇത്തവണ തെരഞ്ഞെടുപ്പ് ഉണ്ടായിരുന്നു. സ്പീക്കർ സ്ഥാനത്തേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ ഓം ബിർളയുടെ എതിർ സ്ഥാനാർത്ഥി ആര് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് കൊടിക്കുന്നിൽ സുരേഷ് ആണ്. കൊടിക്കുന്നിൽ സുരേഷ്, മലയാളിയായ MP, മാവേലിക്കര MP ആയിട്ടുള്ള കൊടിക്കുന്നിൽ സുരേഷ് ആണ് ഇത്തവണ സ്പീക്കർ സ്ഥാനത്തേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ ഓം ബിർളയുടെ എതിർ സ്ഥാനാർത്ഥി കൊടിക്കുന്നിൽ സുരേഷ്. അങ്ങനെ ഓം ബിർളയോട് ഏറ്റുമുട്ടി കൊടിക്കുന്നിൽ സുരേഷ് പരാജയപ്പെടുന്നു. ഓം ബിർള സ്പീക്കറായി മാറുന്നു. സ്പീക്കറായ ഓം ബിർള റെപ്രസെന്റ് ചെയ്യുന്ന മണ്ഡലം കോട്ട, രാജസ്ഥാനിലെ കോട്ട മണ്ഡലത്തിന്റെ MP ആണ് ഓം ബിർള. അങ്ങനെയെങ്കിൽ പ്രോ ടൈം സ്പീക്കർ, ഞാൻ മുന്നേ പറഞ്ഞു, പ്രോ ടൈം സ്പീക്കർ ഭർതൃഹരി മെഹ്താബ്. അദ്ദേഹം റെപ്രസെന്റ് ചെയ്ത മണ്ഡലം കട്ടക്ക്, ഒഡീഷയിലെ കട്ടക്ക് എന്ന് പറയപ്പെടുന്ന മണ്ഡലത്തിന്റെ MP ആണ് ഭർതൃഹരി മെഹ്താബ് എന്ന കാര്യം ഓർക്കാം. അങ്ങനെയെങ്കിൽ ചോദ്യം വരുന്നു, നിലവിൽ ലോക്സഭയുടെ സെക്രട്ടറി ജനറൽ ആര്? ദ സെക്രട്ടറി ജനറൽ ഓഫ് ലോക്സഭ ഉത്പൽ കുമാർ സിംഗ്. അപ്പൊ നിലവിൽ ലോക്സഭയുടെ സെക്രട്ടറി ജനറൽ ഉത്പൽ കുമാർ സിംഗ് ആണ്. അങ്ങനെയെങ്കിൽ നിലവിൽ രാജ്യസഭയുടെ ചെയർമാൻ ആര്? ദ കറന്റ് ചെയർമാൻ ഓഫ് രാജ്യസഭ. നമുക്കറിയാം രാജ്യസഭയുടെ ചെയർമാൻ എല്ലായ്പ്പോഴും ഉപരാഷ്ട്രപതി ആയിരിക്കും. നിലവിൽ ആരാണ്? അത് ജഗ്ദീപ് ധൻഖർ ആണ്. ദെൻ ദ ഡെപ്യൂട്ടി ചെയർമാൻ ഓഫ് രാജ്യസഭയുടെ നിലവിലെ ഡെപ്യൂട്ടി ചെയർമാൻ ആര് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഹരിവംശ് നാരായൺ സിംഗ്. അപ്പോ നിലവിൽ രാജ്യസഭയുടെ ഡെപ്യൂട്ടി ചെയർമാൻ ആര് എന്ന് ചോദിച്ചാൽ നിങ്ങൾ മറുപടി പറയണം, അത് ഹരിവംശ് നാരായൺ സിംഗ് ആണ്. Then the Secretary General of രാജ്യസഭയുടെ സെക്രട്ടറി ജനറൽ ആര്? PC മോദി അഥവാ പ്രമോദ് ചന്ദ്ര മോദി. അപ്പോൾ നിലവിൽ രാജ്യസഭയുടെ സെക്രട്ടറി ജനറൽ ആര് എന്ന് ചോദിച്ചാൽ നിങ്ങൾ മറുപടി പറയണം, അത് PC മോദി അഥവാ പ്രമോദ് ചന്ദ്ര മോദി ആണെന്ന കാര്യം എന്ത് ചെയ്യാം? അവിടെ ഓർത്തു വെക്കാം. സെറ്റ്. അടുത്ത പോയിന്റിലേക്ക് വരാം. ദ നാഷണൽ സെക്യൂരിറ്റി അഡ്വൈസർ ഓഫ് ഇന്ത്യ, ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ്, ദ ലെജൻഡറി കിങ് അജിത് കുമാർ ദോവൽ. അജിത് കുമാർ ദോവൽ ആണ്. കുറച്ച് കാലങ്ങളായിട്ട് അദ്ദേഹം തന്നെയാണ്. ഒരിക്കലും നമുക്ക് അദ്ദേഹത്തെ റീപ്ലേസ് ചെയ്യാൻ തോന്നത്തില്ല. അമ്മാതിരി ഒത്തിരി ഓർമ്മയുള്ള മനുഷ്യനാണ് ആര്? അജിത് കുമാർ ദോവൽ എന്ന് പറയപ്പെടുന്ന വ്യക്തി. അദ്ദേഹമാണ് ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ്, ദ നാഷണൽ സെക്യൂരിറ്റി അഡ്വൈസർ ഓഫ് ഇന്ത്യ, അജിത് കുമാർ ദോവൽ. ദെൻ ദ ക്യാബിനറ്റ് സെക്രട്ടറി ഇതിനു മുൻപ് രാജീവ് ഗൗബ ആയിരുന്നു. രാജീവ് ഗൗബ മാറുന്നു, പുതിയ ആള് വരുന്നു, TV സോമനാഥൻ. ഓഗസ്റ്റ് 30-നാണ് ചാർജ് ഏറ്റെടുക്കുന്നത്. അപ്പൊ നിലവിൽ ഇന്ത്യയുടെ ക്യാബിനറ്റ് സെക്രട്ടറി ആര് എന്ന് ചോദിച്ചാൽ പറയണം ആരാണ്? അത് TV സോമനാഥനാണ്. ദെൻ ദ ഡിഫൻസ് സെക്രട്ടറി ഓഫ് ഇന്ത്യ, പ്രതിരോധ സെക്രട്ടറി ആര്? പ്രതിരോധ സെക്രട്ടറി ഗിരിധർ അരമാനെ ആയിരുന്നു. ഗിരിധർ അരമാനെ മാറി, പുതിയ ആള് വരുന്നു, രാജേഷ് കുമാർ സിംഗ്. നവംബർ 1 മുതൽ ഇദ്ദേഹമാണ്. അപ്പൊ നിലവിൽ ഇന്ത്യയുടെ പ്രതിരോധ സെക്രട്ടറി ആര്? ഡിഫൻസ് സെക്രട്ടറി ആര് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് രാജേഷ് കുമാർ സിംഗ്. നമുക്കറിയാം പ്രതിരോധ വകുപ്പ് മന്ത്രി, നമുക്കറിയാം ഡിഫൻസ് മിനിസ്റ്റർ ഓഫ് ഇന്ത്യ രാജ്നാഥ് സിംഗ് ആണ്. നിലവിൽ ഇന്ത്യയുടെ ഡിഫൻസ് മിനിസ്റ്റർ അത് രാജ്നാഥ് സിംഗ് ആണെന്ന കാര്യം ഓർക്കാം.
ഡിഫൻസ് സെക്രട്ടറി ആണെങ്കിലോ രാജേഷ് കുമാർ സിംഗ്. ദെൻ ദ എക്സ്റ്റേണൽ അഫയേഴ്സ് സെക്രട്ടറി, വിദേശകാര്യ സെക്രട്ടറി ആര്? വിക്രം മിസ്രി. വളരെ ഫെമിലിയർ ആണ് ഈ പേര്, ഒരുപാട് പേർക്ക് ഒരുപാട് പോർഷൻ ഇരുന്ന വ്യക്തിയാണ് അദ്ദേഹം, വിക്രം മിസ്രി. ആ വിക്രം മിസ്രിയാണ് നിലവിൽ ഇന്ത്യയുടെ വിദേശകാര്യ സെക്രട്ടറി, ദ ഫോറിൻ അഫയേഴ്സ് സെക്രട്ടറി ഓഫ് ഇന്ത്യ. ദ ഫോറിൻ അഫയേഴ്സ് സെക്രട്ടറി ഓഫ് ഇന്ത്യ വിക്രം മിസ്രി. അങ്ങനെയെങ്കിൽ ദ എക്സ്റ്റേണൽ അഫയേഴ്സ് മിനിസ്റ്റർ അല്ലെങ്കിൽ വിദേശകാര്യ വകുപ്പ് മന്ത്രി ആര്? എസ് ജയശങ്കർ. അപ്പൊ നിലവിൽ ഇന്ത്യയുടെ വിദേശകാര്യ വകുപ്പ് മന്ത്രി എസ് ജയശങ്കർ ആണ്. വിദേശകാര്യ സെക്രട്ടറി ആണെങ്കിൽ അത് വിക്രം മിസ്രി. ദെൻ ദ ചീഫ് എക്കണോമിക് അഡ്വൈസർ ഓഫ് ഇന്ത്യ, ഇന്ത്യയുടെ മുഖ്യ സാമ്പത്തിക ഉപദേഷ്ടാവ്, ദ ചീഫ് എക്കണോമിക് അഡ്വൈസർ ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്നത്, വളരെ ഇമ്പോർട്ടന്റ് ആണ് ഈ പോയിന്റ്, വി അനന്ത നാഗേശ്വരൻ. അപ്പോ ഇന്ത്യയുടെ മുഖ്യ സാമ്പത്തിക ഉപദേഷ്ടാവ്, ദ ചീഫ് എക്കണോമിക് അഡ്വൈസർ ഓഫ് ഇന്ത്യ, വി അനന്ത നാഗേശ്വരൻ. വി അനന്ത നാഗേശ്വരൻ ആണെന്ന കാര്യം ഓർക്കുക. ധനകാര്യ വകുപ്പ് മന്ത്രി നമുക്ക് എല്ലാവർക്കും അറിയാം, നിർമ്മല സീതാരാമൻ. ധനകാര്യം മാത്രമല്ല കോർപ്പറേറ്റ് കാര്യം എന്ന വകുപ്പ് കൂടിയുണ്ട്. അപ്പോ ധനകാര്യം കോർപ്പറേറ്റ് കാര്യ വകുപ്പ് മന്ത്രി നിർമ്മല സീതാരാമൻ. ഓക്കെ അല്ലേ? യെസ്. അടുത്ത പോയിന്റിലേക്ക് വരാം. അറ്റോർണി ജനറൽ ഓഫ് ഇന്ത്യ, നിലവിൽ ഇന്ത്യയുടെ അറ്റോർണി ജനറൽ ആര് എന്ന് ചോദിച്ചാൽ അത് ആർ വെങ്കട്ടരമണിയാണ്. അപ്പൊ നിലവിൽ ഇന്ത്യയുടെ അറ്റോർണി ജനറൽ ആർ വെങ്കട്ടരമണി. ദെൻ ദ സോളിസിറ്റർ ജനറൽ ഓഫ് ഇന്ത്യ തുഷാർ മേത്ത. ദെൻ CAG ലേറ്റസ്റ്റ് നിയമനമാണ്, ഏറ്റവും ലേറ്റസ്റ്റ് അപ്പോയിന്റ്മെന്റ് ആണ്. CAG മാറുന്നു. GC മുർമു അഥവാ ഗിരീഷ് ചന്ദ്ര മുർമു ആയിരുന്നു. ഗിരീഷ് ചന്ദ്ര മുർമു മാറി, പുതിയ ആള് വരുന്നു, K സഞ്ജയ് മൂർത്തി. അപ്പോ നിലവിൽ ഇന്ത്യയുടെ CAG ആര് എന്ന് ചോദിച്ചാൽ പറഞ്ഞ ആരാണ്? അത് K സഞ്ജയ് മൂർത്തിയാണ്. അപ്പൊ നിലവിൽ ഇന്ത്യയുടെ CAG K സഞ്ജയ് മൂർത്തിയാണെന്ന കാര്യം എന്ത് ചെയ്യാം, അവിടെ ഓർത്തു വെക്കാം. അതുപോലെ തന്നെ ISRO ചെയർമാൻ മാറുന്നു. ISROയുടെ ചെയർമാൻ മാറി. ISRO ചെയർമാൻ വി നാരായണൻ. അങ്ങനെ തന്നെ പഠിക്കണേ, വി നാരായണൻ. അപ്പൊ നിലവിൽ ISRO ചെയർമാൻ ആര്? ഓക്കെ, ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷൻ ISROയുടെ നിലവിലെ ചെയർമാൻ വി നാരായണൻ ആണ്. ദെൻ CAG, നിലവിൽ ഇന്ത്യയുടെ CAG കംട്രോളർ ആൻഡ് ഓഡിറ്റ് ജനറൽ K സഞ്ജയ് മൂർത്തി. റിസർവ് ബാങ്കിന്റെ നിലവിലെ ഗവർണർ RBI ഗവർണർ ആര്? സഞ്ജയ് മൽഹോത്ര. നമുക്കറിയാം 25ാമത്തെ ഗവർണർ ശക്തികാന്ത ദാസ് ആയിരുന്നു. ശക്തികാന്ത ദാസ് മാറി, പുതിയ ആള് വരുന്നു, സഞ്ജയ് മൽഹോത്ര. ശ്രദ്ധിച്ച് കേൾക്കണേ, CAG സഞ്ജയ് മൂർത്തി, എന്നാൽ RBI ഗവർണർ സഞ്ജയ് മൽഹോത്ര. റിസർവ് ബാങ്കിന്റെ എത്രാമത്തെ ഗവർണറാണ് ഈ പറയപ്പെടുന്ന സഞ്ജയ് മൽഹോത്ര എന്ന് ചോദിച്ചാൽ നിങ്ങൾ മറുപടി പറയണം 26ാമത്തെ. RBIയുടെ 26ാമത്തെ ഗവർണറാണ് ഈ പറയപ്പെടുന്ന സഞ്ജയ് മൽഹോത്ര എന്ന കാര്യം ഓർക്കുക. then ISRO ചെയർമാൻ വി നാരായണൻ. ഒരു കാരണവശാലും നാരായണനല്ലേ എന്ന് പഠിച്ചിട്ട് പോകരുത്. ഓപ്ഷൻ തരും, വി നാരായണൻ, ബി നാരായണൻ, സി നാരായണൻ എന്നൊക്കെ പറഞ്ഞ ഓപ്ഷൻ തരും, പണി കിട്ടും. അതുകൊണ്ട് പ്രത്യേകം പഠിക്കുക, ഇൻഷിന് പ്രത്യേകം പഠിക്കുക. വി നാരായണൻ തമിഴ്നാട്ടിലെ നാഗർകോവിൽ സ്വദേശിയാണ് ഈ പറയപ്പെടുന്ന വി നാരായണൻ. ദെൻ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ, നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ ചെയർമാൻ ആര്? വി രാമസുബ്രഹ്മണ്യൻ. അദ്ദേഹത്തിന്റെ ചിത്രം ഇവിടെ കാണാം, വി രാമസുബ്രഹ്മണ്യൻ. അതുപോലെ RBI ഗവർണറാണ് ഈ കാണുന്നത് കേട്ടോ. RBI ഗവർണറായിട്ടുള്ള സഞ്ജയ് മൽഹോത്രയാണ് ചിത്രമാണത്. ദെൻ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ, നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ ചെയർമാൻ ആര്? വി രാമസുബ്രഹ്മണ്യൻ. ദെൻ മുഖ്യ വിവരാവകാശ കമ്മീഷണർ, ദ ചീഫ് ഇൻഫർമേഷൻ കമ്മീഷണർ ഓഫ് ഇന്ത്യ, മുഖ്യ വിവരാവകാശ കമ്മീഷണർ ഹീരാലാൽ സാമരിയ. നിലവിൽ ഇന്ത്യയുടെ മുഖ്യ വിവരാവകാശ കമ്മീഷണർ എന്ന് ചോദിച്ചാൽ ഇത് ഹീരാലാൽ സാമരിയാണെന്ന് കാര്യം ഓർക്കുക. ദ ചീഫ് ഇൻഫർമേഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ. ദെൻ ദേശീയ വനിതാ കമ്മീഷൻ ചെയർപേഴ്സൺ ആര്? ദേശീയ വനിതാ കമ്മീഷൻ വിമൻസ് കമ്മീഷൻ ചെയർപേഴ്സൺ ആര് എന്ന് ചോദിച്ചാൽ പറയണം നിങ്ങൾ വിജയ കിഷോർ രഹത്കർ. ഒരു കാരണവശാലും മറക്കരുതേ, വിജയ കിഷോർ രഹത്കർ. നിലവിൽ ഇന്ത്യയുടെ ദേശീയ വനിതാ കമ്മീഷൻ അധ്യക്ഷ രേഖാ ശർമ്മ ആയിരുന്നു. രേഖാ ശർമ്മ മാറി, പുതിയ ആൾ വരുന്നു, വിജയ കിഷോർ രഹത്കർ. ദെൻ മുഖ്യ ബാലാവകാശ കമ്മീഷണർ, ദ നാഷണൽ കമ്മീഷൻ ഫോർ ദ പ്രൊട്ടക്ഷൻ ഓഫ് ചൈൽഡ് റൈറ്റ്സ്. ദ നാഷണൽ കമ്മീഷൻ ഫോർ ദ പ്രൊട്ടക്ഷൻ ഓഫ് ചൈൽഡ് റൈറ്റ്സ് ആര് എന്ന് ചോദിച്ചാൽ പറയണത് പ്രിയങ്ക് കനൂങ്കോയാണ്. നിലവിൽ മുഖ്യ ബാലാവകാശ കമ്മീഷണർ പ്രിയങ്ക് കനൂങ്കോ. ക്ലിയർ ആണ്. ദെൻ
ദേശീയ ന്യൂനപക്ഷ കമ്മീഷൻ ചെയർമാൻ, നാഷണൽ മൈനോറിറ്റി കമ്മീഷൻ ചെയർമാൻ ആര് എന്ന് ചോദിച്ചാൽ അത് ഇക്ബാൽ സിംഗ് ലാൽപുര. ഇക്ബാൽ സിംഗ് ലാൽപുര, ദ നാഷണൽ മൈനോറിറ്റി കമ്മീഷൻ ചെയർമാൻ ഇക്ബാൽ സിംഗ് ലാൽപുര. അങ്ങനെയെങ്കിൽ നാഷണൽ ബാക്ക്വേർഡ് ക്ലാസ് കമ്മീഷൻ, പിന്നോക്ക വിഭാഗ കമ്മീഷൻ ചെയർമാൻ ആര്? ഹൻസ് രാജ് ഗംഗാറാം അഹിർ. ശ്രദ്ധിച്ചു കേൾക്കണേ. ദ നാഷണൽ OBC ക്ലാസ് കമ്മീഷൻ അഥവാ എന്താ പറയുക അതർ ബാക്ക്വേർഡ് ക്ലാസ് പിന്നോക്ക വിഭാഗ കമ്മീഷൻ ചെയർമാൻ ആര് എന്ന് ചോദിച്ചാൽ അത് ഹൻസ് രാജ് ഗംഗാറാം അഹിർ ആണ്. ദെൻ ദേശീയ പട്ടികജാതി കമ്മീഷൻ, നാഷണൽ കമ്മീഷൻ ഫോർ ഷെഡ്യൂൾഡ് കാസ്റ്റ്, പട്ടികജാതി കമ്മീഷൻ ആണെങ്കിൽ അത് കിഷോർ മക്വാന. അങ്ങനെയെങ്കിൽ പട്ടികവർഗ കമ്മീഷൻ ചെയർമാൻ ആര് എന്ന് ചോദിച്ചാൽ അത് അന്തർ സിംഗ് ആര്യ. നാഷണൽ SC കമ്മീഷൻ അഥവാ ഷെഡ്യൂൾഡ് കാസ്റ്റ് കമ്മീഷൻ ആണെങ്കിൽ കിഷോർ മക്വാനയാണ്. ഷെഡ്യൂൾഡ് ട്രൈബ് പട്ടികവർഗമാണെങ്കിൽ അത് അന്തർ സിംഗ് ആര്യ. അന്തർ സിംഗ് ആര്യ എന്ന കാര്യം ഓർക്കാം. ദെൻ നിലവിൽ ഇന്ത്യയുടെ CDS അഥവാ സംയുക്ത സൈനിക തലവൻ, ചീഫ് ഓഫ് ഡിഫൻസ് സ്റ്റാഫ്, ചീഫ് ഓഫ് ഡിഫൻസ് സ്റ്റാഫ്, ചീഫ് ഓഫ് ഡിഫൻസ് സ്റ്റാഫ് ആര് എന്ന് ചോദിച്ചത് അനിൽ ചൗഹാൻ ആണ്. അദ്ദേഹത്തിന്റെ ചിത്രം ഇവിടെ കാണാം. നിലവിൽ ഇന്ത്യയുടെ സംയുക്ത സൈനിക തലവൻ അഥവാ ചീഫ് ഓഫ് ഡിഫൻസ് സ്റ്റാഫ് ആര് എന്ന് ചോദിച്ചത് അനിൽ ചൗഹാൻ. ദെൻ കരസേനാ മേധാവി, നിലവിൽ ഇന്ത്യയുടെ കരസേനാ മേധാവി ഉപേന്ദ്ര ദ്വിവേദി. ഇതെല്ലാം മാറുകയാണ്. ഓക്കെ, ഉപേന്ദ്ര ദ്വിവേദി നമുക്കറിയാം, ഇതിനു മുന്നേ ഒരു 3-4 മാസം മുന്നേ ഇവരായിരുന്നില്ല, അവരെല്ലാം മാറുകയാണ്. കരസേനാ മേധാവി ഉപേന്ദ്ര ദ്വിവേദി. വ്യോമസേനാ മേധാവി ആര് എന്ന് ചോദിച്ചത് അമർപ്രീത് സിംഗ്. സെപ്റ്റംബർ 30 മുതലാണ് അദ്ദേഹം ചാർജ് ഏറ്റെടുക്കുന്നത്. അപ്പോ നിലവിൽ ഇന്ത്യയുടെ വ്യോമസേനാ മേധാവി അമർപ്രീത് സിംഗ് ആണ്. അമർപ്രീത് സിംഗ് ആണ് എന്ന കാര്യം അവിടെ ഓർത്തു വെക്കാം. ദെൻ നാവികസേനാ മേധാവി മലയാളിയായ R ഹരികുമാർ ആയിരുന്നു. R ഹരികുമാർ മാറി പുതിയ ആള് വരുന്നു, ദിനേശ് K ത്രിപാഠി. അപ്പോ CDS അനിൽ ചൗഹാൻ, കരസേനാ മേധാവി ഉപേന്ദ്ര ദ്വിവേദി, വ്യോമസേനാ മേധാവി അമർപ്രീത് സിംഗ്, നാവികസേനാ മേധാവി ദിനേശ് K ത്രിപാഠിയാണ്. ദെൻ CVC സെൻട്രൽ വിജിലൻസ് കമ്മീഷണർ, നിലവിൽ സെൻട്രൽ വിജിലൻസ് കമ്മീഷണർ പ്രവീൺ കുമാർ ശ്രീവാസ്തവ. അപ്പൊ നിലവിൽ സെൻട്രൽ വിജിലൻസ് കമ്മീഷണർ എന്ന് ചോദിച്ചാൽ നിങ്ങൾ പറയണം അത് പ്രവീൺ കുമാർ ശ്രീവാസ്തവയാണ്. അങ്ങനെയെങ്കിൽ നിലവിൽ CBI ഡയറക്ടർ ആര്? സെൻട്രൽ ബ്യൂറോ ഓഫ് ഇൻവെസ്റ്റിഗേഷൻ CBI. CBIയുടെ നിലവിലത്തെ ഡയറക്ടർ പ്രവീൺ സൂദ്. ഓർത്ത് വെക്കണേ. അപ്പൊ CBIയുടെ നിലവിലത്തെ ഡയറക്ടർ അത് പ്രവീൺ സൂദ് ആണ്. പ്രവീൺ സൂദ് ആണെന്ന കാര്യം ഓർത്തു വെക്കാം. ദെൻ നാഷണൽ ഗ്രീൻ ട്രിബ്യൂണൽ, ദേശീയ ഹരിത ട്രിബ്യൂണൽ. ദേശീയ ഹരിത ട്രിബ്യൂണലിന്റെ അധ്യക്ഷനാര്? ജസ്റ്റിസ് പ്രകാശ് ശ്രീവാസ്തവ. ഓക്കെ, അപ്പൊ ദേശീയ ഹരിത ട്രിബ്യൂണൽ, നാഷണൽ ഗ്രീൻ ട്രിബ്യൂണലിന്റെ നിലവിലെ അധ്യക്ഷൻ ജസ്റ്റിസ് പ്രകാശ് ശ്രീവാസ്തവയാണ്. UPS യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ, യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ എന്നറിയപ്പെടുന്ന UPSCയുടെ നിലവിലെ ചെയർമാൻ പ്രീതി സുധൻ. എടാ മനോജ് സോണി ആയിരുന്നു, മനോജ് സോണി രാജിവെച്ച് പോയി. ആ സ്ഥാനത്തേക്കാണ് ആര് വരുന്നത്? പ്രീതി സുധൻ വരുന്നത്. അപ്പൊ നിലവിൽ UPSC ചെയർമാൻ പ്രീതി സുധൻ. അങ്ങനെയെങ്കിൽ UGC കമ്മീഷൻ, യൂണിവേഴ്സിറ്റി ഗ്രാന്റ്സ് കമ്മീഷൻ, UGCയുടെ നിലവിലെ ചെയർമാൻ ആര്? M ജഗദീഷ് കുമാർ. അപ്പൊ നിലവിൽ UGC ചെയർമാൻ ആര് എന്ന് ചോദിച്ചാൽ നിങ്ങൾ മറുപടി പറയണം അത് M ജഗദീഷ് കുമാർ ആണ്. ദെൻ ദ ലാസ്റ്റ് സ്ലൈഡിലേക്ക് നമ്മൾ പോകുന്നു. BCCI, ബോർഡ് ഓഫ് കൺട്രോൾ ഫോർ ക്രിക്കറ്റ് ഇൻ ഇന്ത്യ. BCCI ഇന്ത്യൻ ക്രിക്കറ്റിനെ നിയന്ത്രിക്കുന്ന സ്ഥാപനമാണ് BCCI. ആ BCCIയുടെ നിലവിലത്തെ പ്രസിഡന്റ് ആര് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ റോജർ ബിന്നിയാണ്. സെക്രട്ടറി ഇതിനു മുൻപ് ജയ്ഷ ആയിരുന്നു. ജയ്ഷ ഇന്റർനാഷണൽ ക്രിക്കറ്റ് കൗൺസിൽ ICCയുടെ ചെയർമാൻ സ്ഥാനത്തേക്ക് പോയപ്പോ ഇവിടെ സെക്രട്ടറി സ്ഥാനം രാജിവെച്ചു. പകരക്കാരൻ വരുന്നു. 15 ദിവസം ആയില്ല വന്നിട്ട്. ആരാണ് നിലവിൽ BCCയുടെ സെക്രട്ടറി? ദേവജിത്ത് സായ്ക്കിയ. ഓക്കെ, ദേവജിത്ത് സായ്ക്കിയാണ് നിലവിൽ BCCയുടെ സെക്രട്ടറി. അപ്പൊ BCCയുടെ പ്രസിഡന്റ് ആണ് കേരള PSC കൂടുതൽ ചോദിച്ചു കാണാറുള്ളത്. ഒരു കാരണവശാലും മറക്കരുത്, BCCയുടെ പ്രസിഡന്റ് സൗരവ് ഗാംഗുലി ആയിരുന്നു. അദ്ദേഹം മാറിയിട്ടാണ് ആര് വന്നത്? റോജർ ബിന്നി വന്നത്. ദെൻ BCCയുടെ സെക്രട്ടറി ആണെങ്കിൽ അത് ദേവജിത്ത് സായ്ക്കിയ. ICC ചെയർമാൻ നമ്മുടെ ഇന്ത്യക്കാരനാണ് ജയ്ഷ. അമിത്ഷാന്റെ മോനാണ് ഈ പറയുന്ന ജയ്ഷ കേട്ടോ. അത് PSCയുടെ ക്വസ്റ്റ്യൻ അല്ല, അറിഞ്ഞു വെച്ചിരിക്കുക. അപ്പൊ ICCയുടെ ചെയർമാൻ ജയ്ഷ. ദെൻ ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷന്റെ നിലവിലത്തെ പ്രസിഡന്റ് ആര് എന്ന് ചോദിച്ചാൽ ഡൊണാൻഡോള്ളി PT ഉഷ അല്ലേ? PT ഉഷയാണ് നിലവിൽ ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷന്റെ പ്രസിഡന്റ്. PT ഉഷയാണ്.
ആ പദവിയിലെത്തിയ ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷന്റെ പ്രസിഡന്റ് പദവിയിലെത്തുന്ന ആദ്യ വനിത കൂടിയാണ് ഈ പറയപ്പെടുന്ന പി ടി ഉഷ. ആദ്യ വനിത, ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷന്റെ പ്രസിഡന്റ് പദവിയിലെത്തുന്ന ആദ്യ വനിത കൂടിയാണ് ഈ പറയപ്പെടുന്ന പി ടി ഉഷ എന്ന കാര്യം അവിടെ ഓർത്തു വെക്കാം. ശ്രദ്ധിക്കണേ, നമ്മൾ ഈ കഴിഞ്ഞ ഇത്രയും നേരം നമ്മൾ ഡിസ്കസ് ചെയ്തത് ഏറ്റവും വിലപ്പെട്ട ഏരിയ ആണ്. ഒരു കാരണവശാലും നിങ്ങൾ ഒരു എക്സാമിനേഷനകത്ത് കയറും മുമ്പ് ഉറപ്പായിട്ടും നോക്കിയിരിക്കേണ്ട ഒരു കണ്ടന്റ് ആണിത്. അപ്പൊ നമ്മൾ ഇതുവരെ പറഞ്ഞത് ഏറ്റവും പ്രധാനപ്പെട്ട കണ്ടന്റ് ആണ്. കേരളവും അതുപോലെ തന്നെ ഇന്ത്യയുമായി ബന്ധപ്പെട്ട ഏറ്റവും സുപ്രധാനമായിട്ടുള്ള ഓൾമോസ്റ്റ് എല്ലാ കാര്യങ്ങളും നമ്മൾ അവിടെ പറഞ്ഞ്, പരീക്ഷയ്ക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും അവിടെ പറഞ്ഞു വെച്ചിട്ടുണ്ട്. അപ്പോൾ ഏതൊരു പരീക്ഷയ്ക്ക് മുമ്പും ഉറപ്പായിട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കണ്ടന്റ് ആണ് നമ്മൾ പഠിച്ചു വെച്ചത്. അപ്പൊ കൃത്യമായി എല്ലാവർക്കും പ്രയോജനപ്പെട്ടു എന്ന് കരുതുന്നു. മറ്റൊരു സെഷനുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. താങ്ക് യു വെരി മച്ച്.